നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് പ്രകൃതിമയമായ ഓസിലേഷൻ എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഒരു RV ബാറ്ററി, ഒരു റെസിസ്റ്റർ, ഒരു പുഷ് ബട്ടൺ, ഒരു കപ്പാസിറ്റർ, ഒരു ഇൻഡക്ടർ എന്നിവ ആവശ്യമുണ്ട്. മുതലിൽ പുഷ് ബട്ടൺ അമർത്തുമ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. ഇപ്പോൾ പുഷ് ബട്ടൺ വിട്ടാൽ പ്രഥമ സൈഡ് സർക്യൂട്ട് അടയുകയും കപ്പാസിറ്റർ ഇൻഡക്ടറിലൂടെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഒരു പ്രകൃതിമയമായ ഓസിലേഷൻ ആരംഭിക്കും. പ്രകൃതിമയമായ ഓസിലേഷന്റെ പ്രത്യേകതകൾ. ഈ ഓസിലേഷൻ ഒരു റെസോണന്റ് ഫ്രീക്വൻസിയിൽ പ്രവർത്തിക്കുന്നു. ഈ റെസോണന്റ് ഫ്രീക്വൻസി നിശ്ചയിക്കുന്നത് ഇൻഡക്ടൻസ് L ആൻഡ് കപ്പാസിറ്റൻസ് C ആണ്. അതായത് പ്രകൃതിമയമായ ഓസിലേഷൻ പ്രവർത്തനക്ഷമമാകാൻ ഈ രണ്ട് ഘടകങ്ങൾ ശരിയായ നിരക്കിൽ സമതുലിതമാകണം. ഇപ്പോൾ സർക്യൂട്ടിൽ ചെറുതായെങ്കിലും ഒരു റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഈ ഓസിലേഷൻ ഡാംപ്ഡ് ഓസിലേഷൻ ആകും. അതിനർത്ഥം ആദ്യത്തെ ഓസിലേഷൻ ഏറ്റവും ഉയർന്ന ആംപ്ലിറ്റ്യൂഡിൽ ഉണ്ടാകും. പിന്നീട് തുടർച്ചയായി ആംപ്ലിറ്റ്യൂഡ് കുറയുന്നു. ഇത് ഒരു സിസ്റ്റം ലോസ് കാരണം സംഭവിക്കുന്നു. ഈ ഡാമ്പിംഗ് റെസിസ്റ്റൻസിന്റെ അളവിനനുസരിച്ച് മാറ്റങ്ങൾ നേരിടും. ചെറിയ റെസിസ്റ്റൻസ് കുറഞ്ഞ ഡാമ്പിംഗ്, നീണ്ടുനിൽക്കുന്ന ഓസിലേഷൻ. വലിയ റെസിസ്റ്റൻസ് കുറച്ച് ഓസിലേഷനുകൾക്കു ശേഷം ഊർജ്ജം നഷ്ടപ്പെടും. ഇത് ഒരു മാന്യമായ തത്വശാസ്ത്രത്തിന്റെയും പ്രായോഗിക ഉപകരണങ്ങളുടെയും അടിസ്ഥാനമാണ്. ഇനിപ്പറയുന്ന വീഡിയോകളിൽ നമുക്ക് പ്രായോഗിക ഉദാഹരണങ്ങൾ നോക്കാം. താങ്ക് യു സുഹൃത്തുക്കളെ.